നമസ്കാരം. ലോക ആയുധ നിർമ്മാണ വിപണിയിൽ സമീപ വർഷങ്ങളിലായി ഭാരതം അതിശക്തമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ആത്മനിർഭർ ഭാരത് പോലെയുള്ള പദ്ധതികൾ രാജ്യത്തിൻ്റെ പ്രതിരോധ ഉൽപാദന മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യമായിരുന്ന ഭാരതം ഇന്ന് ഒരു പ്രധാന കയറ്റുമതി രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നു. മുൻപ് രാജ്യത്തിൻ്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തദ്ദേശീയമായ ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ, അത്യാധുനിക പ്രതിരോധ സാമഗ്രികൾ എന്നിവ നിർമ്മിക്കുന്നതിൽ ഭാരതം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിലൂടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാനും സാധിച്ചു. ഇപ്പോഴിതാ ഭാരതത്തിൽ നിന്ന് Su-30 MK യുദ്ധവിമാനങ്ങൾ അർമേനിയ വാങ്ങുവാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. ഭാരതത്തിൽ നിർമ്മിച്ച Su-30 MK യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. $300 കോടി, അതായത് ഏകദേശം 26,628 കോടി രൂപ വരുന്ന പ്രതിരോധ ഇടപാടായിരിക്കും ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഒപ്പുവയ്ക്കുക. 2024 തന്നെ വിമാനം വാങ്ങാനുള്ള താൽപ്പര്യം അർമേനിയ പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ HALന്റെ നാസിക്കിലെ പ്രൊഡക്ഷൻ ലൈനിലാണ് ഇവ നിർമ്മിക്കുന്നത്. റഷ്യൻ പ്രതിരോധ കമ്പനിയായ സുഖോയ് കോർപ്പറേഷൻ വികസിപ്പിച്ച യുദ്ധവിമാനമാണ് ഇതെങ്കിലും ഇന്ത്യക്ക് മാറ്റങ്ങൾ വരുത്തി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനാണ് ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉള്ളത്. പാകിസ്ഥാനുമായും തുർക്കിയുമായുമുള്ള പങ്കാളിത്തത്തിലൂടെ അർമേനിയയുടെ ശത്രുവായ അസർബൈജാൻ തങ്ങളുടെ വ്യോമസേനയെ ആധുനികവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് അർമേനിയയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ ചർച്ചകൾ നിർണായകമായ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. ദക്ഷിണ കൊക്കേഷ്യൻ മേഖലയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം റഷ്യൻ ആയുധങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന അർമേനിയയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നയം തിരുത്തിയെഴുതുന്നതിൻ്റെ സൂചനയാണ്. അർമേനിയൻ ചർച്ചകൾക്ക് സമാന്തരമായി അസർബൈജാൻ പാകിസ്ഥാനുമായും തുർക്കിയുമായും പ്രതിരോധ സഹകരണം ശക്തമാക്കുകയാണ്. അടുത്തിടെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പാകിസ്ഥാനുമായി 40 JF-17 മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതിനായി ഏകദേശം $4.6 ബില്യൺ കരാറിൽ അസർബൈജാൻ ഒപ്പുവെച്ചിരുന്നു. വർദ്ധിച്ചു വരുന്ന ഈ ഭീഷണികൾക്കിടയിൽ അർമേനിയയുടെ പ്രതിരോധ മന്ത്രാലയവും ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും തമ്മിലുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. എയർഫോഴ്സ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഈ പാക്കേജിൽ 8 മുതൽ 12 വരെ സുഖോയ് Su-30 MKI വിമാനങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ പൈലറ്റുമാർക്കുള്ള പരിശീലനം, സ്പെയർ പാർട്സ് ലോജിസ്റ്റിക്സ്, ഗ്രൗണ്ട് സപ്പോർട്ട് ഉപകരണങ്ങൾ, ദീർഘകാല അറ്റകുറ്റപ്പണി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും ഈ കരാറിൽ ഉൾപ്പെടും. അന്തിമ കരാറിന് അംഗീകാരം ലഭിച്ചാൽ 2027 വിതരണം ആരംഭിച്ച് 2029 വിതരണം പൂർത്തിയാക്കാനാണ് സാധ്യത. ഈ കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അർമേനിയയ്ക്കുള്ള Su-30 MK വിമാനങ്ങൾ റഷ്യൻ എയർഫ്രെയിം രൂപകൽപ്പനയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചായിരിക്കും നിർമ്മിക്കുക എന്നതാണ്. DRDO വികസിപ്പിച്ചെടുത്ത ഉത്തം AESA റഡാറാണ് ഇതിലെ പ്രധാന ആകർഷണം. പരമ്പരാഗത റഷ്യൻ സംവിധാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ലക്ഷ്യ ട്രാക്കിങ്ങും ഇലക്ട്രോണിക് ജാമിങ്ങിനെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയും ഉത്തം റഡാറിനുണ്ട്. വിമാനത്തിൽ അസ്ത്ര മാർക്ക് 1, അസ്ത്ര മാർക്ക് 2 എയർ ടു എയർ മിസൈലുകളും സജ്ജീകരിക്കും. യഥാക്രമം 110 കിലോമീറ്ററും 200 കിലോമീറ്ററും ദൂരപരിധിയിലുള്ള ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച BVR, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളാണിവ. തന്ത്രപ്രധാനമായ ആയുധങ്ങളുടെ കയറ്റുമതിയിൽ റഷ്യ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെ ആശ്രയിക്കാതെ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുവാൻ അർമേനിയയ്ക്ക് ഇതിലൂടെ കഴിയും. കൂടാതെ DRDO രൂപകൽപ്പന ചെയ്ത ഒരു സംയോജിത ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് റഡാർ ഗൈഡഡ് ഭീഷണികൾക്കും ഇലക്ട്രോണിക് ആക്രമണങ്ങൾക്കുമെതിരെ വിമാനത്തിൻ്റെ അതിജീവനം കൂടുതൽ മെച്ചപ്പെടുത്തും. വിമാനങ്ങൾ ത്രസ്റ്റ് വെക്ടറിംഗ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത് തുടരും. ഇത് അർമേനിയയുടെ നിലവിലുള്ള Su-30SM ഇൻഫ്രാസ്ട്രക്ചറുമായി പൊരുത്തപ്പെടൽ ഉറപ്പാക്കുകയും മികച്ച അജിലിറ്റി നൽകുകയും ചെയ്യും. ഈ കസ്റ്റമൈസ്ഡ് പതിപ്പ് റഷ്യൻ എയറോഡൈനാമിക്സിനെ ഇന്ത്യൻ ഇലക്ട്രോണിക്സുമായും ആയുധങ്ങളുമായി സംയോജിപ്പിച്ച് ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും നൂതനമായ ഫ്രാങ്ക്ലർ ഡെറിവേറ്റുകളിൽ ഒന്നായി അർമേനിയയുടെ Su-30 MKI വിമാനങ്ങളെ മാറ്റും. പരിഹരിക്കപ്പെടാത്ത
നാർഗോണോ കാരാബക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ വേദിയായിരുന്നു ദക്ഷിണ കൊക്കേഷ്യ. 2020 യുദ്ധം വ്യോമശക്തിയിലെ അസമത്വത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. തുർക്കിയുടെ TB2 ഡ്രോണുകൾ ഉപയോഗിച്ച് അസർബൈജാൻ നടത്തിയ ആക്രമണം അർമേനിയൻ പ്രതിരോധത്തെ അന്ന് തകർത്തിരുന്നു. ഇതിനു ശേഷമാണ് പാകിസ്ഥാനിൽ നിന്ന് 40 JF-70C ഫൈറ്ററുകൾ വാങ്ങാനുള്ള $4.6 ബില്യൺ കരാർ അസർബൈജാൻ അന്തിമമാക്കിയത്. ഇതിന് വിപരീതമായി റഷ്യയിൽ നിന്ന് ലഭിച്ച 4 Su-30SM ഫൈറ്റർ വിമാനങ്ങൾ മാത്രമാണ് അർമേനിയയുടെ പക്കൽ നിലവിലുള്ളത്. എന്നാൽ യുക്രൈൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഉപരോധങ്ങളും വിതരണത്തിലെ കാലതാമസവും കാരണം ഈ വിമാനങ്ങൾക്ക് ആവശ്യമായ ആയുധ സംവിധാനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് കരുതപ്പെടുന്നത്. വ്യോമ യുദ്ധ സജ്ജതയിലെ ഈ അസമത്വമാണ് കൊക്കേഷ്യൻ ആകാശത്തിന് മുകളിൽ തന്ത്രപരമായ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുവാൻ അർമേനിയയെ പുതിയ വഴികൾ തേടുന്നതിലേക്ക് നയിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള Su-30MKയുടെ ഏറ്റെടുക്കൽ ഈ ലക്ഷ്യമാണ് നിറവേറ്റുന്നത്. നൂതനമായ റഡാർ, വിപുലമായ ദൂരപരിധി, BVR ആക്രമണശേഷി എന്നിവയുള്ള ഈ പ്ലാറ്റ്ഫോം അസർബൈജാന്റെ ചൈനീസ് പാകിസ്ഥാൻ ആയുധശേഖരത്തോട് കിടപിടിക്കുവാൻ അർമേനിയയെ സഹായിക്കും എന്നതിൽ സംശയമില്ല. Su-30MKI ദീർഘകാലമായി ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലാണ്. എയർ സുപ്പീരിയോറിറ്റിയും ഡീപ് സ്ട്രൈക്ക് ദൗത്യങ്ങളും നിർവഹിക്കുവാൻ കഴിവുള്ള ഇരട്ട എഞ്ചിൻ സൂപ്പർ മാനുവറബിൾ വിമാനമാണിത്. മാക് 2 എന്ന പരമാവധി വേഗത നൽകുന്ന AL-31FP ടർബോ ഫാനുകൾ ത്രസ്റ്റ് വെക്ടറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ സങ്കീർണമായ പോസ്റ്റ് സ്റ്റാൾ തന്ത്രങ്ങൾ ചെയ്യുവാൻ വിമാനത്തെ പ്രാപ്തമാക്കുന്നു. 8000 കിലോഗ്രാമിൽ അധികം ഭാരം വഹിക്കുവാൻ കഴിവുള്ള ഈ വിമാനം 1500 കിലോമീറ്റർ കോമ്പാക്ട് റേഡിയസ് ഉള്ളതിനാൽ ദക്ഷിണ കൊക്കേഷ്യയിലെ ഏത് പോയിന്റിലും എത്തുവാൻ അർമേനിയയെ സഹായിക്കും. തന്ത്രപരമായ ഈ പ്രതിരോധ സഹകരണം ഭാരതത്തെ ലോകവേദിയിൽ ഒരു പ്രധാന ആയുധ നിർമ്മാതാവായി സ്ഥാപിക്കുന്നതിനും ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിനുമപ്പുറം ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.